ബ്രദർ അനിൽകുമാർ വി അയ്യപ്പൻ ആഹാരത്തിൻ്റെ രാഷ്ട്രീയം എന്ന വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹം അത് എടുക്കുന്നതായിരിക്കും. തൻ്റെ പഠനവും തൻ്റെ എഴുത്തുകളും ഒക്കെയും വളരെ മറ്റുള്ളവരെ വളരെ ആകർഷിച്ചിട്ടുള്ള സ്പർശിച്ചിട്ടുള്ള റെക്കോർഡുകളാണ്, ഡോക്യുമെൻസാണ്. പ്രിയ അനിൽകുമാർ അയ്യപ്പനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഹാരത്തിൻ്റെ രാഷ്ട്രീയം എന്ന ഈ ചെറിയ പ്രബന്ധം ഇതിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരെക്കുറിച്ച് ഹിന്ദുത്വ ശക്തികൾ കാലാകാലങ്ങളായി ഉന്നയിച്ചു വരുന്ന ഒരു ആരോപണമുണ്ട്. പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത് മതം മാറ്റാൻ വേണ്ടി ഇവിടേക്ക് വന്നവരാണെന്നുള്ളത് മിഷണറിമാരെക്കുറിച്ച് സാധാരണ അവർ പറയുന്ന ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ പുറയിലെ വസ്തുതകൾ, അതിൻ്റെ കാതലെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ഭക്ഷണം എങ്ങനെയായിരുന്നു, മിഷണറിമാരെങ്ങനെയാണ് ആ ഭക്ഷണ സംസ്കാരത്തിൽ മാറ്റം വരുത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ ചെറിയ പ്രബന്ധത്തിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള ഭക്ഷണ സംസ്കാരത്തിലും ഈ മിഷണറിമാർ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിനെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം കുറേ കൂടി മെച്ചമായിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നത്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അതിൽ തന്നെ ഒന്നാമത് നിൽക്കുന്നത് ആഹാരമാണ്. പാർപ്പിടമില്ലെങ്കിലും ഒരു മനുഷ്യന് ജീവിക്കാം. തെരുവുകളിലൊക്കെ അന്തി ഉറങ്ങുന്നവരെ നാം കാണുന്നുണ്ട്. വസ്ത്രമില്ലെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാം. നിങ്ങൾ കാടുകളിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ ചില അപരിഷ്കൃത ഗോത്രവർഗ്ഗക്കാർ ഇപ്പോഴും വസ്ത്രം ധരിക്കാതെ അവിടെ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. ഭക്ഷണം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. സകല മനുഷ്യരും അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയാണ്. കാരണം വിശപ്പിന് ജാതിഭേദങ്ങളില്ല, വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല, സാമ്പത്തിക ഉച്ചനീചത്വങ്ങളില്ല. എല്ലാ മനുഷ്യർക്കും വിശക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടെ ശതകോടീശ്വരന്മാരും സഹസ്രകോടീശ്വരന്മാരുമായ ആളുകളൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫേസ്ബുക്കിലൊക്കെ ധാരാളം അങ്ങനെയുള്ള ചിത്രങ്ങൾ ഞാൻ ആ സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിശപ്പ് എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2-3 ശതകങ്ങൾ വരെ എന്ന് വെച്ചാൽ 1920-30 ചിലപ്പോൾ 40 വരെയൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം. ആ കാലം വരെ നമ്മുടെ ഈ കേരളത്തിൽ ലഭ്യമായിരുന്ന ദളിത് വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അവർണ ജനവിഭാഗങ്ങൾക്ക് ലഭ്യമായിരുന്ന ആഹാരമെന്ന് പറയുന്നത് തിന, കൂവരക് പോലെയുള്ള ധാന്യങ്ങൾ, പിന്നെ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ എലി, ഓന്ത്, പെരിച്ചാഴി തുടങ്ങിയ ജന്തുക്കൾ, ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ ഈ പുസ്തകത്തിൽ, ഇത് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകമാണ്, PK ബാലകൃഷ്ണൻ എഴുതിയതാണ്. അദ്ദേഹം ധാരാളം ചരിത്രരേഖകൾ, അദ്ദേഹം കഥ പറഞ്ഞു പോകുന്ന ആളല്ല. ചില ചരിത്രകാരന്മാർ വെറുതെ റെഫറൻസ് ഒന്നുമില്ലാതെ കഥ പറഞ്ഞു പോകും. PK ബാലകൃഷ്ണൻ അങ്ങനെയല്ല, കൃത്യമായ റെഫറൻസ് സഹിതം ധാരാളം ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ സംസ്കാരം വളരെ ശ്രേഷ്ഠമായിരുന്നു, മഹത്തരമായിരുന്നു എന്നൊക്കെ ചിലർ ഇന്ന് പെരുമ്പറ മുഴക്കുമ്പോൾ നാം അറിയണം ഇതിൻ്റെ യഥാർത്ഥ സംസ്കാരം എങ്ങനെയായിരുന്നു. ഇന്ന് കാണുന്ന അഭിമാനിക്കാവുന്ന വിധത്തിലേക്ക് ഈ സംസ്കാരത്തെ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടുവന്നതെന്ന്. ഒരു സംസ്കാരത്തിൻ്റെ മേന്മ അളക്കപ്പെടുന്നത് ആ സംസ്കാരം അതിലുള്ളവർക്കും അതിന് പുറത്തുള്ളവർക്കും എന്ത് നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ കേവലം വാചാടോപത്തിൻ്റെ, വാചക കസരത്തിൻ്റെ പുറത്തായിരിക്കരുത്. വാചക കസരത്തിൽ ആർക്കും പറയാം ഞങ്ങളുടെ സംസ്കാരം മെച്ചമാണെന്ന്. എന്നാൽ ആ സംസ്കാരം അതിലുള്ളവർക്ക് എന്ത് നൽകി എന്നതാണ് നാം പരിശോധിക്കേണ്ടത്.
ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു ചിന്ത പോലും ഈ നാട്ടിലില്ലാതിരുന്ന കാലത്താണ് മിഷണറിമാർ ഇവിടേക്ക് വന്നത്. അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതരായി ഇങ്ങോട്ട് വന്നു. അവരുടെ നാടും വീടും വിട്ടു വന്നു. ഇവിടെയുള്ളവർക്ക് ഭക്ഷണം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ സെൽഫ് റെസ്പെക്റ്റ്, സ്വാഭിമാനം എന്ന് പറയുന്ന സംഗതി കൂടെ അവർ നൽകുകയുണ്ടായി. ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആവശ്യത്തിന് ആഹാരത്തിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ ലഭ്യത ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഭക്ഷ്യസുരക്ഷ നിർവചിക്കപ്പെടേണ്ടത്. ഒപ്പം തന്നെ ആ കുടുംബത്തിന് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ലാതെയും ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജനത ഭക്ഷ്യസുരക്ഷ ഉള്ള ജനതയാണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് മനുഷ്യവർഗത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് 3 ഘടകങ്ങൾ, ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള 3 ഘടകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഭക്ഷ്യ ഉൽപ്പാദനം. 2, അത് ആ ഭക്ഷ്യ ഉൽപ്പാദനം, അതുപോലെ ഇറക്കുമതി ചെയ്തിട്ടുള്ള ആ ഭക്ഷ്യ വസ്തുക്കൾ, അതിനെ ആശ്രയിച്ചിട്ടുള്ള ഭക്ഷ്യ ലഭ്യത. 2, വിലയ്ക്ക് വാങ്ങൽ ശേഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭക്ഷ്യലഭ്യത. മൂന്നാമതായി ഈ ഇതിൻ്റെ ഉപഭോഗം. പലപ്പോഴും പൂഴ്ത്തിവെപ്പ് പലതും ഉണ്ടാകും. ഇത് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെങ്കിലും അത് സാധാരണക്കാർക്ക് ലഭ്യമാകാതെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ആശയം അത് മനുഷ്യവർഗത്തിൻ്റെ ക്ഷാമം, വിശപ്പ്, പോഷകാഹാരക്കുറവ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിച്ച് നിർത്തുന്ന ഒന്നാണ്. ക്ഷാമത്തിലും അതുപോലെ പട്ടിണി, പോഷകാഹാരക്കുറവ് ഇങ്ങനെയുള്ളതിലൊക്കെ വലഞ്ഞു നിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ സമൂഹം. അങ്ങനെയുള്ള ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദളിത് സമൂഹം, ആ ദളിത് സമൂഹത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല, ക്ഷാമത്തിൻ്റെ സമയങ്ങളിൽ നാം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാക്ഷാമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷാമത്തിൻ്റെയൊക്കെ സമയത്ത് മിഷണറിമാരെങ്ങനെയാണ് പല ദളിത് വംശങ്ങളെയും അവരുടെ ആ വംശനാശത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ ഇവിടുത്തെ ഭക്ഷ്യ സംസ്കാരം അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഭക്ഷണം എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിൽ നിന്ന് കേരള ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗം ഞാൻ ഉദ്ധരിക്കാം. അരിയുടെ കാര്യത്തിൽ തിരുവിതാംകൂറിൻ്റെ നിലയും ഏറെ വ്യത്യസ്തമല്ലെന്നാണ് കാണുന്നത്. 1860 മുതൽ പൊതുമരാമത്തിൻ്റെ കീഴിൽ റോഡ് നിർമ്മാണം തുടങ്ങിയ വിപുലമായ മരാമത്ത് പണികൾ തുടങ്ങിയപ്പോൾ ഊഴിയം അടിമപ്പണി കൊണ്ട് കാര്യം നടക്കുകയില്ലെന്ന് കണ്ട ചീഫ് എഞ്ചിനീയർ ബർട്ടൻ ഈഴവർ തുടങ്ങിയ ഊഴിയക്കാരെ 4 അണ നിത്യവേതനമുള്ള കൂലിക്കാരായി പണിക്കെടുക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രത്യക്ഷ ഫലം 1870-നും 1890-നും ഇടയ്ക്ക് തിരുവിതാംകൂറിൽ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന അരിയുടെ തോത് പ്രതിവർഷം 14.5 ലക്ഷം രൂപയായി വർദ്ധിച്ചു എന്നാണെന്ന് റോബിൻ ജെഫ്രിയുടെ നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അതിൽ നിന്ന്. ഇവിടെ ഊഴിയമേല എന്ന് പറഞ്ഞാൽ അവർക്ക് കൂലിയൊന്നും കൊടുക്കുകയില്ല, ഫുഡ് മാത്രമേ ഉള്ളൂ, ഭക്ഷണം. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് പണിയെടുപ്പിച്ചിരുന്നത്. ചിലരൊക്കെ 2 നേരം ഭക്ഷണം കൊടുത്തിരുന്നു. അങ്ങനെയാണ്. എന്നാൽ ആ വിധത്തിൽ പണിത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത ബർട്ടൻ എന്ന് പറയുന്ന എഞ്ചിനീയർ, അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണി നടക്കുകയില്ല. അപ്പോൾ അദ്ദേഹം കൂലി കൊടുക്കാൻ തുടങ്ങി. 25 പൈസയായിരുന്നു കൂലി കൊടുത്തത്. 25 പൈസ കൂലി കൊടുത്തപ്പോൾ ആ പണം അവരുടെ കയ്യിൽ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ അരി വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ഷാമമുണ്ടായി, ഇവിടെ അരി കിട്ടാനില്ല. ആ കാലഘട്ടത്തിൽ 1890-കളിൽ 14.5 ലക്ഷം രൂപയ്ക്കുള്ള അരി ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഇവിടെ ഇടങ്ങഴി അരിയുടെ വില എത്രയാണെന്നറിയോ? 25 പൈസയാണ് ഇടങ്ങഴി അരിക്ക്. ഇടങ്ങഴി അരി എന്ന് പറഞ്ഞാൽ 800 ഗ്രാം അരി. 800 ഗ്രാം അരിക്ക് 5 പൈസയുള്ള സമയത്താണ് 14.5 ലക്ഷം രൂപയ്ക്കുള്ള അരി തിരുവിതാംകൂർ ഗവൺമെൻറ് കൽക്കത്തയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് കഴിക്കാനുണ്ടായിരുന്നില്ല, അവർക്ക് ലഭിച്ചിരുന്നില്ല. അവർക്ക് കൂലിയായിട്ട് പൈസ കിട്ടി. 25 പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവർ അരി വാങ്ങി കഴിക്കാൻ തുടങ്ങുന്നത്. ഇനി ഇവരെങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളുടെ താഴ്ന്ന ജാതിക്കാരായിരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണെന്ന് 1790-ൽ ഇവിടെ സന്ദർശിച്ച ബർത്തലോമിയ എന്ന് പറയുന്ന സഞ്ചാരി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് അരി വെള്ളത്തിലിട്ട് വേവിച്ചുണ്ടാക്കുന്ന കഞ്ചി സാമാന്യേന അവർ കഴിക്കുന്നു. ഈ പ്രാതലിന് ശേഷം അവർ ജോലി ആരംഭിക്കുകയും 4 മണി വരെ അത് തുടരുകയും ചെയ്യുന്നു. പിന്നെ 1 മണിക്കൂറോ അതിൽ കൂടുതലോ വൈകിയതിന് ശേഷം അവർ അത്താഴ ഭക്ഷണം കഴിക്കുകയും സൂര്യാസ്തമയത്തോടെ തുടങ്ങുന്ന ഉറക്കം പിറ്റേന്ന് വെളുപ്പിന് വരെ തുടരുകയും ചെയ്യുന്നു. 2 നേരമേ അവർ ഫുഡ് കഴിച്ചിരുന്നുള്ളൂ, രാവിലെയും വൈകിട്ടും. അത് പിന്നീട് 3 നേരമായി മാറിയത് സായിപ്പന്മാരെ കണ്ടിട്ടാണ്
എന്ന് വേറൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു ഓർക്കുന്നു. അപ്പം ഇങ്ങനെ കീഴ്ജാതിക്കാരായ ഊഴിയ അടിമകൾ, പുലയർ തുടങ്ങിയ ആജന്മ അടിമകൾ ഇവരൊക്കെ മുക്കാൽ പട്ടിണിക്കാരായിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് കിട്ടിയിരുന്ന അരി എന്ന് പറയുന്നത് ഒരു അല്പഭക്ഷണമാണ്. വല്ലപ്പോഴും കിട്ടുന്ന ഒരു അപൂർവ വസ്തുവായിരിക്കുന്ന സമയത്ത് അത് വളരെ പരിമിതമായിരിക്കുമ്പോൾ, നാട്ടാവശ്യത്തിന് വേണ്ടിയിരുന്ന അരി വളരെ പരിമിതമായിരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഇത്രയും അരി ഇങ്ങനെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്? ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ലായിരുന്നോ എന്നൊരു പക്ഷേ നമ്മൾ ചോദിച്ചേക്കാം. അതിൻ്റെ കാരണം നോക്കുമ്പോൾ തെക്കൻ തിരുവിതാംകൂറിലും അതുപോലെ തമിഴ് പ്രദേശങ്ങളിലും ഉത്തരമലബാറിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കിയുള്ളിടത്തൊക്കെ കൃഷി ചെയ്തിരുന്നത് 100% അല്ലെങ്കിൽ ഏകദേശം 90% പുലയർ എന്ന് പറയുന്ന ജാതിയാണ്, പുലയ ജാതിയിൽപ്പെട്ടവരാണ്. അതിനെക്കുറിച്ച് ബുഖാനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും ദരിദ്രന്മാർ, കൂടുതലും ഈഴവ ജാതിയിലുള്ളവർ കുടിയാന്മാരായി ഏൽപ്പിച്ച് കിട്ടിയ ഭൂമിയിൽ സ്വന്തമായി പ്രയത്നിച്ച് കൃഷി ഇറക്കുന്നു. എന്നാൽ ബ്രാഹ്മണർ ഒരിക്കലും ഒരധ്വാനവും ചെയ്യുകയില്ല. നായന്മാരും മാപ്പിളമാരും അധ്വാനിക്കുക എന്നതും വളരെ വിരളമാണ്. നെൽകൃഷിപ്പാടങ്ങളിലെ മിക്കവാറും പ്രയത്നങ്ങൾ അടിമകളായ ചെറുമരാണ് ചെയ്യുന്നത്. ഉടയോർക്ക് സമ്പൂർണ്ണ ഉടമസ്ഥതയുള്ള ജംഗമ സ്വത്തുക്കളാണ് അവർ. അപ്പോൾ ഈ ചെറുമർ അല്ലെങ്കിൽ പുലയരെന്ന് പറയുന്ന വിഭാഗമാണ് കൂടുതലായിട്ട് ജോലി ചെയ്തിരുന്നത്. ഇനി മാത്രമല്ല വാർഡ് ആൻഡ് കോണർ ഇവർ രണ്ടുപേരും സർവേ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ അവർ സർവേ നടത്തിയിരുന്നു. ആ സർവേ മെമ്മോറിയൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആജന്മ കാർഷിക അടിമ സമ്പ്രദായം നിലവിലില്ലാത്ത തെക്കൻ പ്രദേശങ്ങൾ ഒഴിച്ചാൽ മേൽജാതികളായ കൃഷിക്കാരുടെ കൃഷിപ്പണികൾ മിക്കവാറും ചെയ്യുന്നത് പുലയരാണ്. ഇനി ഇതേ കാര്യം തന്നെ മലബാർ മാനുവലിൽ, വില്യം ലോഗൻ്റെ മലബാർ മാനുവലിലും ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുലയരാണ് ഇവിടെയുള്ള കാർഷിക വൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടുത്തെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഇവിടെ. ഓരോ മനുഷ്യൻ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്ര അടി ദൂരെ എന്നുള്ളതാണ്. 32 അടി ദൂരെ, 64 അടി, 90 അടി, അങ്ങനെയൊക്കെ ദൂരെയാണ്. അപ്പോൾ പുലയർ മാത്രമല്ല, പറയരൊക്കെ ഇവിടെ പല വിഭാഗക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുലയർ പാടത്ത് പണിക്കിറങ്ങുമ്പോൾ പുലയർക്ക് മാത്രമേ ആ പാടത്ത് അവിടെ പണിയെടുക്കാൻ പറ്റുകയുള്ളൂ. വേറെ ഒരു ജാതിക്കാരനും അവരെ ഒന്ന് സഹായിക്കാൻ പറ്റില്ല, അവരെ കൂടെ ചേർന്ന് പണിയെടുക്കാൻ പറ്റില്ല. പറയരെന്ന് പറയുന്ന ജാതി പുലയരിൽ നിന്ന് 32 അടി അകലെ മാറി നിൽക്കണമെന്ന് മാത്രമല്ല, ഈ പറയനെങ്ങാനും പുലയനെ തൊട്ടുപോയാൽ പുലയൻ 3 കുളത്തിൽ 3 വട്ടം കുളിക്കണം. അങ്ങനെയായിരുന്നു വ്യവസ്ഥ. സെയിം സംഗതിയാണ് ഈ പുലയൻ പറയനെ തൊട്ടാലും പറയനും ഇതുപോലെ തന്നെ പോയി കുളിക്കണം. ഇതുപോലെയൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ ആൾക്കാരില്ല. എന്താണ്, ഒരുമിച്ച് ചേർന്ന് ഈ നാടിന് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വിഭവശേഷിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജാതി വ്യവസ്ഥ കാരണം ഇവിടെ കൃഷി നടന്നിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇവർക്ക് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടായിരുന്നോ നോക്കിയാൽ, പത്മനാഭമേനോൻ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഈ അധപ്പതിച്ച് ഈ ദരിദ്രവർഗ്ഗങ്ങളുടെ അവകാശങ്ങളെ പറ്റി പറയുന്നത് അസംബന്ധമാണ്. ശരിയായ അർത്ഥത്തിൽ അവകാശമെന്നോ ആനുകൂല്യമെന്നോ പറയാവുന്ന യാതൊന്നും അവർക്കില്ല. മരിക്കാൻ, അതായത് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകാൻ തീർച്ചയായും അവർ അനുവദിക്കപ്പെട്ടിരുന്നില്ല. യജമാനു വേണ്ടി എന്തെങ്കിലും ജോലിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കാലം വരെ എന്തായാലും അത് നടപ്പില്ല. അത്രയും കൊണ്ട് അവരുടെ അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരാളുടെ അടിമയാണെന്ന് വെച്ചോ, അടിമയാണെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ യജമാനാണ് നഷ്ടം. കാരണം ഒരു അടിമ ഇല്ലാതായി പോവുകയാണ്. അപ്പോൾ മരിച്ചു പോകാതിരിക്കാൻ, ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഫുഡ് എനിക്ക് ലഭിച്ചിരുന്നു. ജീവൻ നിലനിർത്താൻ, കാരണം ഞാൻ ജീവൻ നിലനിർത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് സൗജന്യമായി ഞാൻ ജോലി ചെയ്യുകയുള്ളൂ. അതിനു വേണ്ടിയ ആ ഫുഡ് മാത്രമായിരുന്നു എൻ്റെ അവകാശം. അതിൻ്റെ അപ്പുറത്ത് ഒരു അടിമയ്ക്ക് ഇവിടെ അവകാശം ഉണ്ടായിരുന്നില്ല. ഇനി അവർക്ക് കൊടുത്തിരുന്ന കൂലിയെക്കുറിച്ച് ബുഖാനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1800 അദ്ദേഹം അത് പറയുന്നത്. അവിടെ പറയുന്നത്, പുലയരിലെ സ്ത്രീക്കും പുരുഷനും അവർക്ക് പ്രയത്നിക്കാൻ കഴിയുന്ന കാലത്ത് 2 ഇടങ്ങഴി നെല്ല് ആഴ്ചയിൽ കൂലിയായി ലഭിക്കും. കുട്ടികൾക്കും വയസ്സന്മാർക്കും ഇതിൻ്റെ പകുതിയാണ് കൂലി. 1 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ 800 ഗ്രാമാണ്. 2 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ 1600 ഗ്രാം നെല്ല്, അരിയല്ല നെല്ലാണ്. ഈ നെല്ല് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് വറുത്ത് അത് കഴിഞ്ഞ് അത് കുത്തി അരിയാക്കിയിട്ടാണ് പിന്നെ അവർ കഞ്ഞി അല്ലെങ്കിൽ ചോറാക്കാൻ പറ്റില്ല, കഞ്ഞിയാണ്, അധികവും വെള്ളമായിരിക്കും അതിൽ അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കൂലിയാണ് 1600 ഗ്രാം നെല്ല്. അത് ചെറുപ്പ പ്രായത്തിൽ, യുവത്വത്തിൻ്റെ പ്രായത്തിൽ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് 1 ഇടങ്ങഴി, വാർദ്ധക്യത്തിലെത്തിയാലും 1 ഇടങ്ങഴി, ഒരാഴ്ചയിലാണ്. അത്രയും അവർക്ക് കൊടുത്തിരുന്നുള്ളൂ. മാത്രമല്ല, കെ ടി രജികുമാർ അടിമ വ്യാപാര നിരോധനം എന്ന പുസ്തകത്തിൽ അതിൻ്റെ 14-ാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
അടിമകളായ പുരുഷന്മാർ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. രോഗങ്ങൾ മൂലം വളരെ കഷ്ടങ്ങൾ സഹിച്ചിരുന്നു. അവരുടെ കുടിലുകളിലെ പൊടിയും അഴുക്കും ശരീരത്ത് ചൊറിച്ചിലും കൃമികളും ഉണ്ടാക്കുന്നു. അതുമൂലം പകൽ വിശ്രമവും രാത്രി ഉറക്കവും ഇല്ലാതെയാകുന്നു. അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അഴുക്കും നാറ്റവും കാരണം ഒരു നാട്ടുകാരൻ തൻ്റെ തുണി കൊണ്ട് മൂക്ക് പൊത്തിപ്പിടിക്കണം. പ്രായമുള്ള അടിമകൾ ദിവസവും മുഴുവനും നിസ്സഹായരായി കിടക്കുന്നു. ക്ഷീണം കൊണ്ട് കഷ്ടപ്പെട്ട് മരിക്കുന്നു. കുട്ടികൾ ചൊറി, അതിസാരം, വിരശല്യം, ഭക്ഷണമില്ലായ്മ ഇവ കൊണ്ട് കഷ്ടപ്പെടുന്നു. മുതിർന്നവർ തലവേദന, വിശപ്പില്ലായ്മ, തുള്ളൽപ്പനി, അതിസാരം, ഇടവിട്ടുള്ള പനി ഇവ കൊണ്ടും കഷ്ടപ്പെടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥയാണ്, അടിമകളുടെ സ്ഥിതിയാണ്. ഇനി ഈഴവരുടെ സ്ഥിതി നോക്കാം. ഈഴവരുടെ കാര്യം നേരത്തെ പറഞ്ഞ വാർഡും കോർണറും അവരുടെ സർവേ മെമ്മോറിയൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ്: പറമ്പുകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും കൈവശക്കാരാകുവാൻ ഈഴവർ അനുവദിക്കപ്പെടുന്നുണ്ട്. ഏറ്റുകൃഷിക്കാരിലെ പ്രധാന വിഭാഗം അവരാണ്. പക്ഷെ പാട്ടവ്യവസ്ഥ പ്രകാരം അവർക്ക് അതിൽ നിന്നും മിച്ചമായി യാതൊന്നും തന്നെ കിട്ടുകയില്ലെന്ന് പറയാം. വിശ്രമസ്ഥാനമാകാൻ മതിയാകാത്ത ഒരു കുടിലല്ലാതെ ഈ കൈവശ ഭൂമി മറ്റ് യാതൊന്നും ഉറപ്പു ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. 12 മാസവും തേങ്ങയും മത്സ്യവും തിന്ന് അവർ പുലരുന്നുവെന്ന് പറയുന്നതിലും ഭേദം അല്പഭക്ഷണവുമായി അവർ എന്നും പട്ടിണി കിടക്കുന്നുവെന്ന് പറയുന്നതാണ്. ഇനി ഇതേ വാർഡൻ കോർണറിൻ്റെ സർവേ മെമ്മോറിയലിൽ തന്നെ പിന്നെ ഇത് പറയുന്നുണ്ട്. ഈ താഴ്ന്ന ജാതിക്കാരുടെ അഹോവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, അരി താഴ്ന്ന ജാതിക്കാരുടെ ഭക്ഷണ പദാർത്ഥമാകുന്നത് വർഷം പ്രതി അല്പനാളത്തേക്ക് മാത്രമാണ്. കൈവശം വരുന്ന അല്പമായ സ്റ്റോക്ക് തിന്നു തീരുന്നപാടെ നട്ടു വളർത്തുന്ന കിഴങ്ങുകളും നാനാവിധം കാട്ടുകിഴങ്ങുകളും ഒരു തരം പനന്തടിയിൽ നിന്നെടുക്കാവുന്ന സാഗോപ്പൊടിയും അവർക്കുള്ള ഭക്ഷ്യമായി തീരുന്നു. മലവാര ഗോത്രങ്ങൾക്ക് കാട്ടുകിഴങ്ങുകൾ മാത്രമാണ് ഭക്ഷണം. വിവേചനമില്ലാത്ത വിശപ്പ് ഏതു തരം കാട്ടുകിഴങ്ങുകളും പ്രത്യേകിച്ച് വെള്ളത്തിലെ ചെടികളുടെ കിഴങ്ങുകൾ ഭക്ഷ്യങ്ങളാക്കി മാറ്റുന്നു. കായലിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് പുലയർ ഇവ തിരയുന്നത് കാണാം. ഇവ കൊണ്ടുള്ള പോരായ്മ എലി, ഓന്ത് എന്നീ ജീവികളാണ് നികത്തുന്നത്. തീരെ താഴ്ന്ന ജാതിക്കാർ അറപ്പുണ്ടാക്കുന്ന ഈ വിഭാഗത്തെ മിക്കപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് പി കെ ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൻ്റെ പേജ് 178 മുതൽ 181 വരെയുള്ള ഭാഗങ്ങളിലായിട്ട് ഇത് വിവരിച്ചിരിക്കുന്നതാണ്. അത് സർവേ മെമ്മോറിയൽ എന്നുള്ള ഭാഗം അദ്ദേഹം ഉദ്ധരിച്ചതാണ്. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരുടെ അല്ലെങ്കിൽ അവർണരുടെയൊക്കെ സ്ഥിതിവിശേഷം. അവരുടെ ഭക്ഷണം അങ്ങനെയായിരുന്നു. ഇന്ന് കാണുന്ന വിധത്തിലുള്ളൊന്നും ആയിരുന്നില്ല. ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല. വളരെ സുപരിചിതമായിട്ടുള്ളൊരു കൃതി. നമുക്കറിയാം, മഴ വന്ന നാളിൽ മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്തൊരു വാഴ നട്ടു. അവരുടെ മനതാരിലെ ആശകൾ പോലെ അതിൽ കൂമ്പ് മുളച്ചു വന്നു. ആ വാഴ വളരുന്നത് നോക്കി മലയപ്പുലയൻ്റെ വീട്ടിലെ മക്കൾ അവർ കൊതിയോടെ കാത്തിരിക്കുന്നു. ഈ വാഴ വലുതാകും, ഇത് കുലയ്ക്കും, ഇതിൽ നിന്ന് പഴം ഞങ്ങൾക്ക് കഴിക്കാം എന്നൊക്കെ അവർ കാത്തിരിക്കുന്നു. അവരുടെ പ്രതീക്ഷകളെയൊക്കെ പൂവണിയിച്ചുകൊണ്ട് വാഴ വലുതായി കുലച്ചു. അത് കായ്ച്ച് അത് കുലച്ച് അത് പഴുത്ത് വന്നപ്പോൾ തമ്പ്രാൻ്റെ ഓർഡർ വരുന്നു, ഇത് വെട്ടി തമ്പ്രാൻ്റെ അടുക്കലേക്ക് അവിടെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണം. ഇതൊരു കവിത എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന സംഗതിയല്ല. ആ കാലഘട്ടത്തിലെ വ്യവസ്ഥ അങ്ങനെയായിരുന്നു. അതൊരു സാധാരണ നാട്ടു നടപ്പായിരുന്നു. അങ്ങനെ ഈ കവിത നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നുകയില്ല. എന്നാൽ വാഴയുടെ കാര്യത്തിൽ മാത്രമല്ല, പശുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. വാഴയുടെ കാര്യത്തിലല്ല, പശുവിൻ്റെ കാര്യത്തിലും ഇതാ സ്ഥിതി. പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. വലിയ തടിച്ച പുസ്തകമാണ്, അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ആ പുസ്തകത്തിനകത്ത് പി ഭാസ്കരൻ ഉണ്ണി അത് പശുവിനെ വളർത്താം പക്ഷെ കറക്കരുതെന്നുള്ളൊരു തലക്കെട്ടിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലിങ്ങനെയാണ്: ഈഴവരടക്കമുള്ള അവർണർക്ക് പശുക്കളെ തീറ്റാനല്ലാതെ പോറ്റാനോ കറക്കാനോ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പശു പെറ്റ് കഴിഞ്ഞാൽ അത് അന്തർജനം പെറ്റ പുലയാണ്. 10 പുല കഴിഞ്ഞ് 11-ാമത്തെ ദിവസം ഈ പശുവിനെ അവിടെയുള്ള ഉയർന്ന ജാതിക്കാരുടെ, നായർ മുതൽ മേലോട്ടുള്ള ഉയർന്ന ജാതിക്കാരുടെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണം. ഈ പശുവിനെ അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കുന്ന സമയത്ത് അവർ ഒരു ഇല ചോറ് കൊടുക്കും. വീടിൻ്റെ പുറത്തിരുത്തി കുഴി കുത്തിയിട്ട് അവിടെ ഇല വെച്ച് അതിനകത്തൊരു ഇല ചോറ് കൊടുക്കും. പശു അതിൻ്റെ കറവ നിന്ന് കഴിയുമ്പോൾ ഇവിടെ ആളെ വിട്ട് അറിയിച്ചു കഴിയുമ്പോൾ വീണ്ടും പോകണം, പശുവിനെ വാങ്ങിക്കൊണ്ടുവരണം. പശുവിനെ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്തും ഒരില ചോറ് കിട്ടും. ഇതാണ് കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലാകട്ടെ, വെണ്ണ, മോര് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉയർന്ന വർഗ്ഗക്കാർ, സവർണരാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. അവർക്ക് മാത്രമേ കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർണം പശുവിൻ്റെ അകിടി തൊട്ട് കഴിഞ്ഞാൽ പശു അശുദ്ധമാകും, പാലശുദ്ധമാകും. അതുകൊണ്ടാണ് അവനെ തൊടിയിക്കാതെ പെറ്റ് കറക്കേണ്ട സമയമാകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കണം. കറ ഒറ്റി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും, അദ്ദേഹം അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം പേജ് 42-43 അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, ആരെങ്കിലും ഈ നിയമത്തിന് വിരോധമായിട്ട്
പശുവിനെ കറന്നെന്ന് വെച്ചോ. പശുവിനെ കറന്നു കഴിഞ്ഞാൽ അവനെ മരത്തിൽ കെട്ടിയിട്ടടിക്കും. എന്നിട്ട് അവൻ്റെ ബന്ധുക്കൾ ചെല്ലണം. ബന്ധുക്കൾ ചെന്ന് വെറ്റിലപ്പാക്കൊക്കെ വെച്ച് ക്ഷമാപ്രാർത്ഥനയൊക്കെ നടത്തി കഴിയുമ്പോൾ അഴിച്ചു കൊണ്ടുപോരാം അവനെ. സ്വന്തം പശുവിനെ കറന്നതിൻ്റെ പേരിലാണ് മരത്തിൽ കെട്ടിയിട്ട് അടിച്ചിരുന്നത്. എന്നിട്ട് ഭാസ്കരനോട് ഒരു കാര്യം കൂടി പറയുന്നു. ആ കാലത്ത് സവർണർ അവർണരെ പരിഹസിച്ചിരുന്നു. മോരോ വെണ്ണയോ തൈരോ കൂട്ടി ഊണ് കഴിക്കാൻ അറിയാത്തവരാണ് ഇവരെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഭാസ്കരനോട് ചോദിക്കുക, ഈ ആരോപണത്തിൻ്റെ ഈ പരിഹാസത്തിൻ്റെ കാതൽ എവിടെയാണ് കിടക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലെന്ന്. കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കളിയാക്കുകയാണ്. ഇനി എന്നിട്ട് അദ്ദേഹം ഒരു കണക്കും കൂടി പറയുന്നുണ്ട്. 1900 പറയാണ് 3,14,889 പശുക്കൾ തിരുവിതാംകൂറിലുണ്ടായിരുന്നു. 3,14,889 പശുക്കൾ. അതിൽ പലതും നിന്നിരുന്നത് അവർണൻ്റെ ആലയിലാണെങ്കിലും കറന്ന് പാലെടുത്തിരുന്നത് സവർണരായിരുന്നു. അവർക്ക് വേണ്ടി ഇവർ തീറ്റിപ്പോറ്റുകയായിരുന്നു. ഇനി ഇത് മാത്രമല്ല, ഉപ്പ് നമുക്കറിയാം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവർണൻ്റെ ആ കാലഘട്ടത്തിൽ അവർണൻ്റെ ഭക്ഷണത്തിലുള്ള ഏക സ്വാദെന്ന് പറയുന്നത് ഉപ്പ് മാത്രമായിരുന്നു. അത് വാങ്ങണമെങ്കിൽ അവൻ ചന്തയിൽ പോയേ പറ്റൂ. ബാക്കിയുള്ളത് വേണമെങ്കിൽ നട്ടുണ്ടാക്കാമെന്ന് പറയാം. പക്ഷേ ഉപ്പ് അങ്ങനെ നട്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല, അത് ചന്തയിൽ പോകണം, അങ്ങാടിയിൽ പോകണം. അങ്ങാടി പോവുക എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ അവർണനെ സംബന്ധിച്ച് ബാലികേറാമല കയറുന്നത് പോലെയായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പ്രവേശനമില്ല. ക്ഷാമകാലത്ത് മാത്രമേ തുറന്ന അങ്ങാടിയിലേക്ക് ഒരു അധസ്ഥിത വർഗ്ഗക്കാരന് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ വന്ന് ഇതിൻ്റെ പുറത്തിരിക്കണം, കടയുടെ പുറത്ത് ദൂരെ മാറിയിരിക്കണം. എന്നിട്ട് വരുന്നവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം, എന്തെങ്കിലും വാങ്ങിച്ചു തരണം, എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന്. അത് ആരെങ്കിലും ദയ തോന്നിയിട്ട്, പ്രത്യേകിച്ച് നായർ സമുദായത്തിൽപ്പെട്ട ഏഴകളായ ആളുകൾ, അവരും ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. അങ്ങനെയുള്ളവരോട് മാത്രമേ യാചിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷെ അവർക്ക് പോലും സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയിത്തം എന്ന് പറഞ്ഞ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ഉറക്കനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. അപ്പോൾ ഇതാകുമ്പോൾ ഇവൻ്റെ പണം അവിടെ കൊണ്ടുവച്ച്, ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ട് അവൻ മാറണം. അവൻ മാറി അവിടെ നിന്ന് ദൂരെ പോയി നിൽക്കണം. എന്നിട്ട് കടക്കാരൻ കൊണ്ടുവന്ന് സാധനം അവിടെ വെച്ചിട്ട് ഈ പൈസ എടുത്തിട്ട് പോകും. അതിനുശേഷം അവന് വന്ന്, കടക്കാരൻ പോയി കഴിയുമ്പോൾ അവന് വന്നിട്ട് ഈ സാധനം എടുത്തിട്ട് പോകാം. അവനെ നോക്കി വാങ്ങാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവരെന്ത് തരുന്നോ അത് വാങ്ങിക്കൊണ്ട് പോകണം. ഉപ്പ് മാത്രമല്ല, എല്ലാത്തിൻ്റെയും കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. മാത്രമല്ല, ഈ ഉപ്പെന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അത് അവർക്ക് പറയാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ വൊക്കാബുലറി സവർണൻ്റെ അവർണൻ്റെ രണ്ടായിരുന്നു. അവർ പറയുന്നത് ഇവർക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഉപ്പെന്നല്ല, പുളിച്ചാടൻ എന്നുള്ള വാക്കാണ് പറയേണ്ടിയിരുന്നത്. പുളിച്ചാടൻ വേണമെന്ന, ഉപ്പെന്നല്ല. ഉപ്പെന്ന് പറയാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അംബേദ്കറുടെ ഈ പുസ്തകം ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 9 മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷിൽ വേറെ റെഫറൻസാണ്. അതിൽ 1936 സ്വാതന്ത്ര്യത്തിനും കേവലം 11 വർഷം മുമ്പ് നമ്മുടെ ഒറ്റപ്പാലത്ത് നടന്നൊരു സംഭവം ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രത്തിൽ വന്നത് അംബേദ്കർ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. നവംബർ 4, 1936 നവംബർ 4 ബോംബെ സമാചാറിൽ വന്നതാണ്. മലബാറിൽ ഒറ്റപ്പാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ശിവരാമൻ എന്നു പേരായ 17കാരൻ ജാതി ഹിന്ദുവായ ഒരാളുടെ കടയിൽ ചെന്ന് ഉപ്പ് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ആചാരമനുസരിച്ച് ജാതി ഹിന്ദുക്കൾക്ക് മാത്രമേ ഉപ്പെന്ന വാക്ക് ഉച്ചരിക്കാവൂ. ശിവരാമനെ പോലെയുള്ളവർ ഉപ്പിന് പകരം പുളിച്ചാടൻ എന്നാണ് പറയേണ്ടത്. ഉപരിജാതിക്കാരനായ കടയുടമയ്ക്ക് കോപം സഹിക്കാനാവാതെ ശിവരാമനെ കഠിനമായി മർദ്ദിക്കുകയും മർദ്ദനമേറ്റ് ശിവരാമൻ മരിക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നു. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 9 പേജ് 63. കേവലം ഉപ്പെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വന്നു ഒരു 17 വയസ്സുള്ള പയ്യൻ. ഇത് പുലയനല്ല, അവൻ പറയനല്ല, അവൻ ഈഴവനാണ്, ഈഴവജാതിയിൽപ്പെട്ടവനാണ്. അത് ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ ഈഴവർ വളരെയധികം, ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവർ സംഘപരിവാരത്തിന് ജയ് വിളിച്ചു കൊണ്ടുവരുന്ന ഭൂരിഭാഗം പേരിൽ ഈഴവരാണുള്ളത്. അവരൊക്കെ അറിയണം, തിരിച്ചറിയണം എങ്ങനെയായിരുന്നു അവരുടെ പൂർവികരൂടെ കഴിഞ്ഞിരുന്നതെന്ന്. അവരിന്ന് ഏതിനു വേണ്ടിയാണോ ജയ് വിളിക്കുന്നത്, ആ ജയ് വിളിക്കുന്ന സവർണാധിപത്യം ഒരു കാലത്ത് അവരുടെ പൂർവികരെ എങ്ങനെയാണ് അടിച്ചമർത്തി വെച്ചിരുന്നതെന്ന് അവർ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവർണർക്ക് വിൽക്കാനൊന്നും ഇല്ലായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കൊന്നും വിൽക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. വിൽക്കാനുണ്ടായിരുന്നു അവർക്ക്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1775 കാലത്ത് അഞ്ചുതെങ്ങിൽ അവിടുത്തെ ബ്രിട്ടീഷ് പാണ്ഡികശാലയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് ഫോർബ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടുകാരൻ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ സാധാരണയായിരുന്ന ഒരു കച്ചവടത്തിനെ കുറിച്ച് പുള്ളി വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്.
അദ്ദേഹം പറയാണ്, 5 തെങ്ങിൽ ആദായത്തിന് ലഭിക്കുന്നൊരു വിൽപ്പനച്ചരക്കാണ് കുട്ടികൾ. പ്രത്യേകമായ ക്ഷാമ പരിസ്ഥിതിയൊന്നും നിലവിലില്ലാത്തൊരവസരത്തിൽ 8 or 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ബോംബെയിലെ ഒരു സ്നേഹിതയ്ക്ക് സമ്മാനമായി നൽകാൻ ഇംഗ്ലണ്ടിൽ 2 പന്നികൾക്ക് കൊടുക്കേണ്ടതിലും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ വാങ്ങുകയുണ്ടായി. ഇംഗ്ലണ്ടിൽ 2 പന്നിയെ വാങ്ങാനുള്ള വിലയേക്കാളും കുറവായിരുന്നു ഇവിടെ 2 കുട്ടികളെ, മനുഷ്യക്കുട്ടികളെ വാങ്ങാൻ. എന്നിട്ട് പറയുകയാണ്, അവരെ വാങ്ങുന്നതിനും ബോംബെ യാത്രക്കാലമായ 2 മാസത്തെ ഭക്ഷണത്തിനും 4 സെറ്റ് ഉടുപ്പുകൾക്കൊക്കെ കൂടി എനിക്ക് ആകെ 20 രൂപയെ ചിലവായുള്ളൂ എന്ന് ചിന്തിച്ച് നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ അവരെ വളരെ ദയാപൂർവ്വം, ഇപ്പോഴുള്ള ഇവരുടെ പട്ടിണിയാവസ്ഥ എന്നൊക്കെ മാറ്റി ദയാപൂർവ്വം സംരക്ഷിക്കാൻ പറ്റുന്ന മനുഷ്യത്വമുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഞാൻ വാങ്ങിക്കൊണ്ട് പോയത്, അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുകയാണ്. ഈ 2 കുട്ടികളെ അദ്ദേഹം വാങ്ങുന്നത് കണ്ടപ്പോൾ ഒരു സ്ത്രീ, മുക്കോ സ്ത്രീ അവിടെ മീമൊക്കെ വന്നതാണ്. ആ സ്ത്രീ അവരുടെ കുഞ്ഞിനെ കൂടി വാങ്ങണമെന്ന് ഇദ്ദേഹത്തിനോട്, ഈ ഫോബ്സിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആവശ്യത്തിനുള്ള കുഞ്ഞുങ്ങളായി, ഇനി ഞാൻ വാങ്ങുന്നില്ല. അവർ പിന്നെയും നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവസാനം ഇദ്ദേഹം വാങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ 5 തെങ്ങിലുള്ള പോർത്തുഗീസുകാരനായ സിനോർ മാനുവൽ റോഡ്രിക്സ് എന്ന് പറയുന്ന ആൾക്ക് ഈ കുഞ്ഞിനെ 50 പൈസയ്ക്ക് വിറ്റു. 1 രൂപയ്ക്ക് വാങ്ങണമെന്നാണ് ഫോബ്സിനോട് പറഞ്ഞത്. ഫോബ്സ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവസാനം അവർ വില പേശിയിട്ട് 50 പൈസയ്ക്ക് തൻ്റെ സ്വന്തം കുഞ്ഞിനെ വിൽക്കേണ്ടി വന്നു. ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടായിരുന്നിട്ടും ശരീരത്തിലെ ഞരമ്പുകൾ പോലെ തോടുകളും നാടൊട്ടുക്കും തോടുകൾ, പുഴകൾ, ആറുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും അധ്വാനിക്കാൻ മനസ്സും ശേഷിയുമുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ജനതയെ തിന, അതുപോലെ ചാമ തുടങ്ങിയ ധാന്യപ്പൊടികളും കാട്ടുകിഴങ്ങുകളും എലി, ഓന്ത്, പെരിച്ചാഴി മുതലുള്ള ജീവികളെയൊക്കെ തിന്ന് ജീവിപ്പിക്കേണ്ടുന്ന അങ്ങനത്തെ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്ത ഈ സംസ്കാരത്തിനെയാണ് ഇന്ന് ചിലർ മഹത്തായ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മഹത്തായ സംസ്കാരമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യത്വം അല്പമെങ്കിലും അവശേഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഇത്ര നെറികെട്ടൊരു സംസ്കാരം ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്. ഏതായാലും എന്നിട്ട് അവർ പറയാണ്, ഇവിടെ മഹത്തായ സംസ്കാരമായിരുന്നു, ആ സംസ്കാരത്തെ നശിപ്പിച്ചത് മിഷണറിമാരാണെന്ന്. ഒരു വിധത്തിൽ അത് ശരിയാ. ഈ നെറികെട്ട സംസ്കാരത്തെ നശിപ്പിച്ച് ഇന്ന് കാണുന്ന അല്പമെങ്കിലും മനുഷ്യത്വം പറയാവുന്നൊരു ലെവലിലേക്ക് കൊണ്ടുവന്നത് മിഷണറിമാരാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ആ നശിച്ച സംസ്കാരം ഇവിടെ നിന്ന് ഇല്ലാതായി തീർന്നത്. ഇവിടെ വേറൊരു കാര്യം, ഭക്ഷണ കാര്യത്തോട് ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത്, തൊട്ടുകൂടായ്മ അത് പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മൾ വിചാരിക്കും പല ജാതികളിൽപ്പെട്ടവർ അവർ പരസ്പരം തൊട്ടുകൂടാന്ന്. അങ്ങനെയല്ല, ഒരു ജാതിക്കകത്ത് തന്നെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം നമ്പൂതിരി എന്ന് പറയുന്ന, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി എടുക്കാം, അതിനകത്ത് തമ്പ്രാക്കൾ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ജാതിയാണ്, ഇളയതെന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന ജാതി, ഇതിനിടയിൽ വേറെ കുറേ ജാതികളുണ്ട്. ഇവർ പരസ്പരം ടച്ച് ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒരു ഇല്ലത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഈ ചെല്ലുന്ന വ്യക്തിയേക്കാളും താഴ്ന്ന വിഭാഗത്തിൽ, നമ്പൂതിരി ജാതിക്കകത്ത് തന്നെ ഉപജാതിയായിട്ട് പലതുണ്ട്. ആ ഉപജാതികളിൽ ഇവരെക്കാളും താഴ്ന്നതാണെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടെ വെച്ചുണ്ണാൻ പാടില്ല. ചില ഇല്ലത്ത് അങ്ങനെയല്ല, അവിടെ നിന്ന് കഴിക്കരുതെന്നേ ഉള്ളൂ. ഇവൻ കൊണ്ടുപോകുന്ന ഇവൻ്റെ ബാല്യക്കാരനെ കൊണ്ട് ഭക്ഷണം ആ ഇല്ലത്ത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ചിലയിടത്ത് അതും പറ്റില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വെളിമ്പറമ്പിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവൻ കഴിച്ചിട്ട് തിരിച്ച് ഇവിടെ കിടന്നുറങ്ങാൻ രാത്രി ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. ഇതുപോലത്തെയൊക്കെ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ വേറെ കാര്യം, ചില നമ്പൂതിരിമാരിൽ ഈ ആഭിജാത്യമുള്ള കുടുംബത്തിൽ ചിലപ്പോൾ പെൺകുട്ടികൾക്ക്, അവർക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് അതേ ആഭിജാത്യമുള്ള വരന്മാരെ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഭിജാത്യം കുറവുള്ള വേറെ ഏതെങ്കിലും ഇല്ലത്തേക്ക് വിവാഹം കഴിച്ചു വിടും. അങ്ങനെ വിവാഹം കഴിച്ച് പിന്നെ ആ സ്ത്രീ തിരിച്ച് തൻ്റെ സ്വന്തം ഇല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുമായി പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. കാരണം അവരെ താഴ്ന്ന ജാതിയായിട്ടാണ് പിന്നെ പരിഗണിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഇനി ഇവർ എന്തെങ്കിലും വിധത്തിൽ ഒരുമിച്ചൊക്കെ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ എന്തെങ്കിലും വെച്ചൊരു മറ വയ്ക്കും, തുണിയോ അല്ലെങ്കിൽ ഒരു ചെല്ലമോ അല്ലെങ്കിൽ ഒരു വരയെങ്കിലും വരച്ച് ഒരു മറയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നത്. ടച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകത്തിൽ അതിൻ്റെ പേജ് 28 പി. രാമനുണ്ണി പറയുന്നതാണ്, പി. ഭാസ്കരനുണ്ണി പറയുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് കാണാം. 2011 സെപ്റ്റംബർ 4 മുതൽ 10 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ
വൈശാഖൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ റെയിൽവേ ഉദ്യോഗസ്ഥനായി ജോലി നോക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ ചക്ലിയർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഇന്നും ഹോട്ടലിൽ കയറാനുള്ള അനുവാദമില്ല. അവൻ ചായ കുടിക്കാൻ വരികയാണെങ്കിൽ പ്രത്യേകം ഗ്ലാസ്സുകളാണ്. എന്നിട്ട് അവൻ പുറമേ നിന്ന് വിളിച്ചു പറയും, പൈസ വയ്ക്കും, ചായ അവന് പ്രത്യേക ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ ചായ, കടക്കാരൻ ചായ ഒഴിച്ചു കൊടുക്കും. അവൻ ആ ചായ കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് കഴുകി അവിടെ വെക്കണം. അടുത്ത ചക്ലിയൻ വരും, അവൻ വിളിച്ചു പറയും, പൈസ വയ്ക്കും, അയാൾ കൊണ്ടുവന്ന് ചായ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ്, അകത്ത് കയറ്റി കുടിക്കലല്ല. ഇത് 2011 അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടെന്നാ. 2011 2018 അത് അവിടെ ഉണ്ട്. 2 ഗ്ലാസ് സമ്പ്രദായം അവിടെ ഉണ്ട്. അവിടെ മാത്രമല്ല, ആന്ധ്രയിലും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് വന്ന സഹോദരന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ചോദിച്ചാൽ അറിയാം. തമിഴ്നാട്ടിൽ നിന്ന് വന്ന സഹോദരന്മാരും ഇവിടെ ഉണ്ട്, ചോദിച്ചാൽ അറിയാം. ആ സിസ്റ്റമൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ ഇന്നുള്ള അവിടുത്തെ ആ അവസ്ഥ പണ്ട് കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്താണ് മിഷണറിമാർ ഇവിടെ ആദ്യത്തെ മിശ്രഭോജനം സംഘടിപ്പിക്കുന്നത്. ആദ്യത്തെ മിശ്രഭോജനം നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ് നമ്മൾ മിശ്രഭോജനത്തിൻ്റെ ആളായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽ വരുന്നത്. പക്ഷേ അല്ല, അതിനു മുമ്പേ മിഷണറിമാർ ഇത് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാമുവൽ നെല്ലിമുകളുടെ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന പുസ്തകത്തിൻ്റെ 443 പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ജാതിചിന്ത ദുർബലപ്പെടുത്തുവാൻ മിഷണറിമാർ ആസൂത്രണം ചെയ്തൊരു പരിപാടിയാണ് മിശ്രഭോജനം. 1856 പുതുവത്സര ദിനത്തിൽ റവറൻഡ് ഹെൻറി ബേക്കർ മുണ്ടക്കയത്തൊരു സമൂഹ സദ്യ നടത്തി. അതിൽ പങ്കെടുക്കാൻ എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചു. അടിമ സ്കൂളിൽ പഠിച്ചിരുന്ന 92 അടിമകളും സ്നാനപ്പെട്ട 250 അരയരും ഉൾപ്പെടെ തിരുവിതാംകൂറിലെ മിക്ക ജാതിക്കാരും അതിൽ പങ്കെടുത്തു. സുറിയാനിയും ചോകനും പുലയനും അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് ബേക്കർ എഴുതിയിരിക്കുകയാണ്. ഇത് എപ്പോഴാണെന്ന് ഓർക്കണം, 1856 എന്ന് വെച്ചാൽ സഹോദരൻ അയ്യപ്പൻ ചെറായിൽ വെച്ച് 1917 പന്തിഭോജനം നടത്തുന്നതിനും 61 കൊല്ലം മുമ്പ് 1856 കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജനം മിഷണറിമാർ നിർവഹിച്ചിരുന്നു. മനസ്സിലാക്കണം, അവരെത്ര ഈ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുവാൻ എത്രമാത്രം അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സമയത്തൊന്നും ഇദ്ദേഹം ജനിച്ചിട്ട് പോലും ഇല്ല. അവരിത് ആദ്യത്തെ മിശ്രഭോജനം നടത്തുമ്പോൾ സഹോദരൻ അയ്യപ്പൻ ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഈ മിഷണറിമാർക്ക് ഈ ആശയം കിട്ടിയത് അത് കർത്താവിൽ നിന്നാണ്. അതുകൂടെ ഇവിടെ നിന്ന് പറയേണ്ടത് ആവശ്യമാണ്. കാരണം സഭയ്ക്ക് നൽകിയിരിക്കുന്ന, കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർത്തൃമേശ ആചരിക്കുക എന്നുള്ളത്. ഈ കർത്തൃമേശ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബൈബിൾ അറിയുന്നവർ പറയും അത് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കേണ്ടതിനാണ്, അവനെ ഓർമ്മിക്കേണ്ടതിനാണ്. ആത്മീയ തലത്തിൽ ഉത്തരം ശരിയാണ്. എന്നാൽ അതിന് സാമൂഹ്യമായൊരു തലം കൂടിയുണ്ട്. കർത്തൃമേശയുടെ സാമൂഹ്യമായ തലത്തെക്കുറിച്ച് ക്രൈസ്തവർ പോലും ശരിയായ വിധത്തിൽ ബോധവാന്മാരല്ലെന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുന്നൊരു സ്ഥലത്ത് ഒരു സഭ രൂപം കൊണ്ടുവന്ന് വയ്ക്കുക. അവിടെ സുവിശേഷം പറഞ്ഞു, അവിടെ സഭ രൂപം കൊണ്ടു. ആ സമൂഹത്തിലുള്ള പല ജാതിക്കാർ ഈ സഭയിലുണ്ടാവും. ഉയർന്നവരും താഴ്ന്നവരും എല്ലാവരും ഉണ്ടാവും. അവരെല്ലാവരും കർത്തൃമേശയെ പങ്കെടുക്കേണ്ടി വരും. ഒരേ പാത്രത്തിൽ നിന്ന് അവർ കുടിക്കേണ്ടി വരും, ഒരേ പാത്രത്തിൽ നിന്ന് തിന്നേണ്ടി വരും. അപ്പോൾ ജാതിചിന്തയുടെ അതിർവരമ്പുകൾ നീക്കിക്കളയാൻ പ്രായോഗിക തലത്തിൽ വളരെ ആപ്റ്റായിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് കർത്തൃമേശ എന്ന് പറയുന്ന സംഗതിയിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പലപ്പോഴും ഇതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള സാമൂഹ്യ വിപ്ലവത്തെക്കുറിച്ച് ക്രൈസ്തവർ തന്നെ ശരിയായിട്ട് ബോധവാന്മാരല്ല. എന്നാലും മിഷണറിമാർക്ക് ആ ബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരതിൽ നിന്ന് ഇതാക്കിയിട്ട് ഈ ഇതിലേക്ക് വന്നത്. ഇനി ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ഥിതി ഇതിനേക്കാൾ കഷ്ടമായിരുന്നു എന്ന് കാണാം. അവിടെ ഗോബരഹ എന്ന് പറയുന്ന കൂലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യത കുറവാണ്. ഗോബരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന ധാന്യമാണ്. അതായത് അവിടുത്തെ സവർണവർഗ്ഗക്കാർ അവർ കൊയ്ത് കൊണ്ടുവരുമ്പോൾ ഗോതമ്പാകട്ടെ നെല്ലാകട്ടെ കൊയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാളയെ ഉപയോഗിച്ചാണ്, കന്നുകാലികൾ ഉപയോഗിച്ചാണ് മെതിക്കുന്നത്. കന്നുകാലികളെ ഇതിൻ്റെ മുകളിലൂടെ നടത്തിക്കുമ്പോൾ അങ്ങനെ ഇത് മെതിച്ച് കിട്ടും. ഇങ്ങനെ കന്നുകാലികളെ നടത്തിക്കുമ്പോൾ കന്നുകാലികൾ ഇതിൽ നിന്ന് കുറേ തിന്നും, വൈക്കോല് തിന്നും. വൈക്കോലിൽ ശരിയായിട്ട് ഇത് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ ധാന്യം അടക്കമാണ് തിന്നുക. ഇത് പിറ്റേ ദിവസം ചാണകം ഇടുന്ന സമയത്ത് ഈ ധാന്യം പലതും ദഹിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ദഹിക്കാതെ അതിൽ കിടക്കും. ഈ ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് ആ മുകൾവശമൊക്കെ ഒഴിച്ച് കളഞ്ഞ് അടിയിൽ അടിഞ്ഞു കൂടുന്ന ധാന്യം എടുത്തിട്ട് അതാണ് അവിടുത്തെ പണിക്കാർക്ക് കൂലിയായിട്ട് കൊടുത്തിരുന്നത്. അവരത് കൊണ്ടുപോയിട്ട് ഉണക്കി പൊടിച്ച് അവർ റൊട്ടി ഉണ്ടാക്കി തിന്നും. ഇതാണ് ഗോബരഹ എന്ന് പറയുന്ന കൂലി. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തീറ്റ മാത്രമല്ല, കുടിയും കൂടി ഉൾപ്പെട്ടതാണല്ലോ.
വെള്ളംകുടിയുടെ കാര്യം നമ്മൾ നോക്കിയാൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അംബേദ്കർ ധാരാളം അത് ഈ പുസ്തകത്തിനകത്ത് 43 മുതൽ 46 വരെയുള്ള പേജുകളിൽ അദ്ദേഹം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അവിടെയുള്ള ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരുടെ വെള്ളം കൂടി മുട്ടിച്ചിരുന്നതെന്ന്. അവർ ഉയർന്ന ജാതിക്കാർ വെള്ളം എടുക്കുന്ന പൊതുകിണറാണ്, സർക്കാർ കിണറാണ്, പക്ഷേ താഴ്ന്ന ജാതിക്കാർക്ക് എടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ആരെങ്കിലും സ്വന്തമായിട്ട് പൈസ എങ്ങാനും കയ്യിൽ വന്ന് സ്വന്തമായിട്ടൊരു കിണർ കുഴിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ഉയർന്ന ജാതിയിലേക്ക് കടക്കാനുള്ള ശ്രമമായിട്ട് പരിഗണിക്കും, അവനെ തല്ലും. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഇവർ കൂലി ചോദിച്ചപ്പോൾ ജാദവർ എന്ന് പറയുന്ന യാദവ വിഭാഗത്തിൽപ്പെട്ട ചില ആൾക്കാരെ കൊണ്ട് ചത്ത കാളയുടെ ജഡം നീക്കിക്കഴിഞ്ഞപ്പോൾ അതിന് കൂലി ചോദിച്ചു. കൂലി ചോദിച്ചതിന് പ്രതികാരമായിട്ട് യാദവരുടെയൊക്കെ കിണറുകളിൽ മനുഷ്യമലം കലക്കുകയുണ്ടായി. ആലോചിച്ച് നോക്കണം, ഇതൊക്കെ ചെയ്തു വച്ചതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പുറകിലേക്ക് നമ്മൾ നോക്കിയാൽ ജാതി മാത്രമല്ല, മതവിശ്വാസവും ഒരു പ്രധാന ഘടകമായിരുന്നു. മതവിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇവർ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു, കർമ്മഫലത്തിൽ വിശ്വസിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ ഒരുവൻ താഴ്ന്ന ജാതിക്കാരനായി ജനിച്ചെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവന് തന്നെയാണ്. അവരങ്ങനെയാണ് അതിനെ നിർവഹിച്ചിരുന്നത്, അവന് തന്നെയാണ്. അവൻ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തു. ആ കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഇവൻ താഴ്ന്നവനായിട്ട് ജനിച്ചത്. അതുകൊണ്ട് ആ കഴിഞ്ഞ ജന്മത്തിലെ പാപഫലം മുഴുവൻ അവൻ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും ഉത്തരവാദി അവൻ തന്നെയാണ്. ദൈവം അവനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു അവരുടെ വാദം. അതുകൊണ്ട് തന്നെ ദൈവം അവനെ ശിക്ഷിക്കുന്നു എന്നുള്ള ചിന്ത, ആ ഒരു ഫിലോസഫി ഇവിടെ നിലവിലുണ്ടായിരുന്നുകൊണ്ട് ഒരാളും അവനെ സഹായിക്കാൻ തുനിഞ്ഞില്ല. സഹായിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്നത് എന്താണ്? ദൈവം അവൻ്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ശിക്ഷാവിധി നീക്കുകയാണ്, അല്ലേ? അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ദൈവം ഒരുവനെ ശിക്ഷിക്കുന്നു, കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിൻ്റെ പേരിൽ, അവൻ്റെ കർമ്മത്തിൻ്റെ പേരിൽ ഈ ജന്മത്തിൽ ശിക്ഷിക്കുന്നു. ഞാൻ പോയി അവനെ സഹായിച്ചാൽ ആ ശിക്ഷ അവനിൽ നീക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ശാപം ആരുടെ മേലെ വരും? ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ വരും. അങ്ങനെയാണ് ഇവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ചിന്തിച്ചിരുന്നുകൊണ്ട് തന്നെ ഒരാളും സഹായിക്കാനായിട്ട് പോയില്ല. ഇവർ ആ കഷ്ടമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഈ ചിന്തയുള്ളത് കൊണ്ടാണ് പിന്നെ മുറജപസദ്യ. അതുമാത്രമല്ല, ബ്രാഹ്മണൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവനായതുകൊണ്ട് അവൻ കഴിഞ്ഞ ജന്മത്തിൽ സൽപ്രവൃത്തിയൊക്കെ ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, ദൈവത്തിൻ്റെ പ്രസാദം അവൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണനെ പ്രസാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾക്കും അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുമെന്ന് അവർ ചിന്തിച്ചു. അതിൻ്റെ അനന്തരഫലമാണ് തിരുവിതാംകൂറിലുണ്ടായിരുന്ന മുറജപസദ്യ എന്ന് പറയുന്നത്. മുറജപസദ്യ 6 വർഷം കൂടുമ്പോൾ അവർ ചെയ്തിരുന്നതാണ്. 56 ദിവസം നീണ്ടു നിൽക്കും. മുറജപസദ്യയുടെ കൂട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. 20,000 പറ അരി, 4,000 പറ അവൽ, നേരിയ തുണിയിലൊഴിച്ച് ജലാംശമൂറ്റിയ 12,000 പറ കട്ടത്തൈര്, 14,000-ൽ പരം ഉറുപ്പികയുടെ പഴങ്ങൾ. സദ്യയ്ക്ക് ഉച്ചയ്ക്കുള്ള കുറഞ്ഞ കറിവകകളിൽ ചിലത് കുറുക്ക് കാളനും വലിയ പപ്പടവും വറുത്തുപ്പേരിയും കൊണ്ടാട്ടവും ഉപ്പിലിട്ടതും കട്ടത്തൈരും നെയ്യും പഞ്ചസാരയും പഴയും മറ്റുമാണ്. അത്താഴത്തിന് എരിശ്ശേരി, പുളിശ്ശേരി, ഓലൻ, ശർക്കരയുപ്പേരി, പഴപ്രഥമൻ, തൈര്, ഉപ്പിലിട്ടത്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പി ഭാസ്കരൻ ഉണ്ണി, 19-ാം നൂറ്റാണ്ടിലെ കേരളം, പേജ് 47 എഴുതിയിരിക്കുന്നതാണ്. ആലോചിച്ച് നോക്കണം, മുഴുപട്ടിണിക്കാരായ ജനത വിശപ്പടക്കാൻ വേണ്ടി എലിയെയും ഓന്തിനെയും പെരിച്ചാഴിയൊക്കെ പിടിച്ചു നിന്ന് ജീവിക്കുന്ന സമയത്താണ് ഈ തീറ്റാഭാസം നടത്തിയിരുന്നത് ഇവിടെ. എന്നിട്ട് ഇതിനെയാണ് പട്ടിണി സഹിക്കാൻ വയ്യാതെ സ്വയം വിൽക്കുകയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ജനത അപ്പുറത്തുള്ളപ്പോഴാണ് ഇവിടെ ഈ തീറ്റ മഹോത്സവം നടത്തിയിരുന്നത്. മനുഷ്യന് മനസ്സിനുള്ളിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു കണിയെങ്കിലും ഉള്ള ഒരു വ്യക്തിക്ക് ഈ സംസ്കാരത്തെ നോക്കിയിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് മഹത്തായ സംസ്കാരമായിരുന്നു എന്ന്? എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുന്നത്? എനിക്കറിയുന്നില്ല. ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ചരിത്രത്തിൽ അനേകം സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവയിൽ ഒന്നുപോലും ഇത്രമാത്രം ക്രൂരമോ മ്ലേച്ഛമോ നീചമോ ഹീനമോ ആയിരുന്നില്ല. അല്പമെങ്കിലും മനുഷ്യത്വമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, വേർതിരിവുകൾ മനുഷ്യനിൽ. പക്ഷെ എന്നാലും അല്പമെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യത്വം അവർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ഒരു സംസ്കാരത്തിൻ്റെ മേന്മ അളക്കപ്പെടേണ്ടത് ആ സംസ്കാരം അതിലുള്ളവർക്കും അതിൽ പുറത്തുള്ളവർക്കും എന്ത് നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ വാചക കസരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഇനി മറ്റൊരു സംസ്കാരം, കുറച്ച് സമയം കൂടി ഞാൻ എടുക്കുകയാണ്. കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ മറ്റൊരു സംസ്കാരം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് മനുഷ്യനെ മനുഷ്യനായി കണ്ട സംസ്കാരമാണ്. മനുഷ്യനെ ചേർത്ത് പിടിച്ച സംസ്കാരമാണ്. വിശപ്പുള്ളവൻ്റെ പട്ടിണി മാറ്റിയ സംസ്കാരമാണ്. കഴിഞ്ഞ ജന്മത്തിലെ പാപം കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ കഷ്ടപ്പെടുന്നതെന്നുള്ള മൂഢവിചാരമൊന്നും ഇല്ലാത്ത
ജനങ്ങളുടെ ഒരു സംസ്കാരമാണ്. അത് യേശു ക്രിസ്തുവിനാൽ പ്രചോദിതരായ മനുഷ്യരിൽ നിന്ന് ഉളവായ ഒരു സംസ്കാരമാണ്. അത് ക്രൈസ്തവ സംസ്കാരമാണ്. ആ സംസ്കാരം ഇവിടെയുള്ളവർ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ചെറുതായിട്ട് വിശദീകരിച്ച് എൻ്റെ പേപ്പർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ഷാമകാലത്ത്, ബ്രിട്ടീഷ് ഭരണത്തിൽ ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് ക്ഷാമകാലത്ത് ആ മിഷണറിമാർ ഇവിടെയുള്ളവർക്ക് ചെയ്തത്, നമ്മൾ ഒറീസയിലേക്ക് നോക്കുകയാണെങ്കിൽ 1866 മുതൽ 68 വരെയുള്ള വർഷം, 2-3 വർഷത്തിനിടയിൽ ഒരു മഹാക്ഷാമം അവിടെ ഉണ്ടായി. ഏകദേശം 40 മുതൽ 50 ലക്ഷം വരെയുള്ള ജനങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. ആ ക്ഷാമത്തിൽ അത് മിഷണറിമാരാണ് അത് പുറം ലോകത്തേക്ക് അതിൻ്റെ വിവരങ്ങൾ കൊടുത്തത്. അവിടെ ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മിഷണറി പത്രത്തിലാണ് ക്ഷാമത്തിൻ്റെ ഭയാനകത പുറം ലോകത്തിന് ആദ്യമായിട്ട് അറിയുന്നത്. അതിൽ റവറൻ ജോൺ ബക്ലെ എന്ന് പറയുന്ന മിഷണറി പത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: പട്ടിണി മൂലം ശോഷിച്ച സ്ത്രീ പുരുഷന്മാരും ദയനീയ ശബ്ദത്തോടെ ആഹാരത്തിനായി യാചിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയമായ നിലവിളികളും വിവരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനും 10-30 വർഷം മുമ്പ് 1836 മറ്റൊരു ക്ഷാമം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷാമം കഴിഞ്ഞതിന് ശേഷമാണ് 39 ആദ്യമായിട്ട് ഒരു അനാഥാലയം തുടങ്ങുന്നത്. കാരണം ഓരോ ക്ഷാമം കഴിയുമ്പോഴും ധാരാളം അനാഥരുണ്ടായിക്കൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നുണ്ട്, മാതാപിതാക്കളും മരിച്ചു പോകുന്നുണ്ട്. ഈ മരിച്ചുപോയ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അനാഥരായി തീരുകയാണ്. മിഷണറിമാർ ഓരോ ക്ഷാമം കഴിയും തോറും 1-2 അനാഥാലയങ്ങൾ ആ കാലഘട്ടത്തിൽ പണിതിരുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവർ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ പാർപ്പിച്ചു. പലപ്പോഴും ബോർഡിംഗ് സ്കൂളുകളായിരുന്നു അത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഭക്ഷണം വസ്ത്രം ഒക്കെ കൊടുത്തിരുന്നു. ഇനി 1866 ക്ഷാമം കഴിഞ്ഞപ്പോൾ അവിടെ കത്തോലിക്കരുടെ വകയായിട്ടും 1869 ഒരു ബോർഡിംഗ് സ്കൂളും അനാഥാലയമൊക്കെ വരികയുണ്ടായി. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒറീസയിലുണ്ടായിരുന്ന ഈ ദളിത് വിഭാഗങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിച്ചത് യഥാർത്ഥത്തിൽ ഈ മിഷണറിമാരാണ്. മിഷണറിമാരുടെ അടുക്കൽ വന്ന് കരഞ്ഞപ്പോൾ അവർ ഫുഡ് കൊടുത്തു, അവർ പലതും ചെയ്തു, മെച്ചപ്പെടുത്തിയെടുത്തു. ഞാൻ ഈ ഒറീസയുടെ കാര്യം ആദ്യം തന്നെ പറഞ്ഞതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ഒറീസയിൽ നിന്ന് ധാരാളമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിനെയും 3 കുഞ്ഞുങ്ങളെയും ചുട്ടുവന്നത് ഒറീസയിലാണ്. അതുപോലെ കാണ്ടമാൽ, അത് ഒറീസയിലാണ്. ക്രൈസ്തവരെ അടിച്ചോടിപ്പിച്ചതാണ്. അടിച്ചോടിപ്പിക്കാൻ മുന്നിൽ നിന്ന് ആരാണെന്നറിയാമോ? അന്ന് മിഷണറിമാരുടെ ദയ കൊണ്ട് മാത്രം വംശനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട അതേ ദളിത് വിഭാഗത്തിൻ്റെ പിൻതലമുറക്കാരാണ് ക്രൈസ്തവരെ ആക്രമിക്കാൻ മുൻപന്തിയിലുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഒറീസയുടെ കാര്യം ആദ്യം പറഞ്ഞത്. കാരണം ചരിത്രബോധമില്ലാത്തതാണ് കുഴപ്പം. ചരിത്രം എന്താണെന്ന് ശരിയായി പഠിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും ക്രൈസ്തവർക്കെതിരെ തിരിയുകയില്ലായിരുന്നു. ആ ചരിത്രബോധം നഷ്ടപ്പെടുത്തരുതെന്നുള്ളത് കൊണ്ടാണ് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാം ഇവിടെ ഇന്നിങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ ചരിത്രം അറിയണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, പുറത്തുള്ളവരെ നമ്മൾ അറിയിക്കണം. ഇതാണ് ഇവിടെ മിഷണറിമാർ ചെയ്തതെന്നുള്ള കാര്യം. ഇനി ആന്ധ്രയിലെ കാര്യം നോക്കിയാൽ അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. 1877-78 കാലത്തിൽ ആ സമയത്ത് ആന്ധ്രയിൽ വലിയ ഒരു ക്ഷാമം ഉണ്ടായി. മടികർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമുണ്ട് അവിടുത്തെ പറയ വിഭാഗത്തിൽപ്പെട്ട ഉപജാതിയാണ്. ആന്ധ്രയിലുള്ള ഏറ്റവും താഴ്ന്ന ജാതിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് മടികരെ. ഈ മടികർ അവർ കന്നുകാലികൾ, അവരുടെ ജോലി എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാരുടെ വീട്ടിലാണ് കൂലിയായിട്ട് കൊടുക്കുന്നത് ചത്ത മൃഗങ്ങളെയാണ്. ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ പശു എന്തെങ്കിലുമൊക്കെ ചത്തിട്ടുണ്ടെങ്കിൽ അതിനെ കൊടുക്കും. ഇവരതിനെ കൊണ്ടുവരും, തൊലി പൊളിച്ച് തിന്നും. അതിൻ്റെ തോൽ അവർ ഉറക്കിയിട്ട് തുകൽ സംസ്കരണം, ആ തോലിലുള്ള പണികൾ അതൊക്കെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ആ സമയത്താണ് ക്ഷാമം വരുന്നത്. ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ ജോൺ ക്ലോ എന്ന് പറയുന്ന മിഷണറി, അദ്ദേഹം പിന്നെ ആന്ധ്രയുടെ അപ്പോസ്തലൻ എന്നൊക്കെ അറിയപ്പെടുകയുണ്ടായി. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഓങ്കോൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പ്രസിദ്ധമായ സംഗതിയാണ്. ഒരു പ്രത്യേക കാര്യം ഞാൻ അതിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ജോൺ ക്ലോ നല്ല വിജയകരമായ രീതിയിൽ ജീവിച്ചൊരു മിഷണറി. അദ്ദേഹം ധാരാളം ആളുകളോട് സുവിശേഷം പറഞ്ഞു. ധാരാളം പേർ മുന്നോട്ട് വരികയുണ്ടായി. ചില ദിവസം 3000 പേരൊക്കെ സ്നാനപ്പെട്ടിട്ടുണ്ട്. അത്ര പ്രവർത്തനത്തിൽ വിജയിച്ച മിഷണറിയാണ്. പക്ഷേ ആ ക്ഷാമകാലത്ത് ഒരിക്കൽ പോലും ഒരു സ്നാന ശുശ്രൂഷ അദ്ദേഹം ചെയ്തില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് അദ്ദേഹം ഈ ജനങ്ങളെ അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നുള്ള ആ കാര്യമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ജീവൻ നിലനിർത്തുക എന്നുള്ളത് പുള്ളി കൂടുതലായിട്ട് ചെയ്തു. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കഷ്ടതയിലിരിക്കുന്നവർക്ക് ഫുഡ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് മതം മാറ്റുന്നവരാണ് മിഷണറി എന്നുള്ളൊരു ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. അദ്ദേഹം ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 3000, ചില സമയത്ത് 3500, 4000 അതിലും മേലെയൊക്കെ സ്നാനപ്പെട്ടിട്ടുണ്ട് ഒറ്റ ദിവസം തന്നെ. പക്ഷേ ആ ക്ഷാമകാലത്ത് ഒരാൾ പോലും, അദ്ദേഹം അത് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിരുന്നു, ക്ഷാമകാലത്ത് ഞാൻ ഒരാളെ പോലും സ്നാനപ്പെടുത്തിയില്ല എന്ന്. അപ്പോൾ ഈ ആരോപണം, പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നുള്ള ആരോപണത്തിൽ വസ്തുതയില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഡക്കാനിലേക്ക് നോക്കിയാൽ അവിടെയും ക്ഷാമകാലത്ത് മിഷണറിമാർ ചെയ്തത് ഇതുപോലെയൊക്കെ തന്നെയാണ്.
അവർ 1877-ലും 97-ലും 20 വർഷം കഴിഞ്ഞ് 97-ലും 2 വട്ടമായിട്ട് അവിടെ മഹാക്ഷാമം ഉണ്ടായി ഡക്കാനിൽ, മധ്യപ്രദേശിലാണ്. അപ്പോഴും മിഷണറിമാർ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. ഏകദേശം 16,000-ഓളം അനാഥ കുഞ്ഞുങ്ങളെ അവർ ഈ ക്ഷാമം കഴിഞ്ഞപ്പോൾ അവരുടെ അനാഥാലയത്തിലേക്ക് മാറ്റി ഭക്ഷണം ഇതൊക്കെ കൊടുത്ത് സംരക്ഷിച്ചിരുന്നു. ഇനി രജപുത്താനയിലേക്ക് വന്നാൽ അവിടെയും ഇത് തന്നെയാണ്. അവിടെ 1868-70 കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടായി. ആ സമയത്ത് മിഷണറിമാരവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും ധാരാളം പേരെ, ഏകദേശം ഒരു ദിവസം തന്നെ അവർ 1600-ഓളം പേർക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ അനന്തരഫലമായിട്ട് അത് സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് 9614 രൂപയുടെ കടമുണ്ടായി. അവരുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു, പിന്നെ എക്സ്ട്രാ അവർ കടം വാങ്ങിയിട്ടും ചെയ്തു. 9614 രൂപ അന്നത്തെ കാലത്ത് 1800-കളിലാണ് അവരത് ചെയ്തു. മാത്രമല്ല അവർ വലിയ ടാങ്ക് മിക്കപ്പോഴും വരൾച്ചയുടെ അനന്തരഫലമായിട്ടാണ് ക്ഷാമം വരുന്നത്. അപ്പോൾ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി 2 വലിയ ടാങ്കുകൾ പണിതു. ആ ടാങ്കുകളുടെ പണിച്ചെലവ്, ഒരെണ്ണത്തിൻ്റെ പണിച്ചെലവെന്ന് പറഞ്ഞാൽ 2400 രൂപയാണ്. ആ കാലഘട്ടത്തിൽ 1800-കളിൽ 2400 രൂപയോളം ചിലവാക്കി അവർ ടാങ്ക് പണിതു ജലം സംഭരിച്ചു വയ്ക്കാൻ വേണ്ടി. ഇനി 1899-900 ആ കാലഘട്ടത്തിൽ, അതായത് 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ആ സമയത്ത് വലിയ ക്ഷാമം രജപുത്താനയിലുണ്ടായി. അതിനെക്കുറിച്ച് മിസ് മാർക്സ് എന്ന് പറയുന്ന മിഷണറി വനിത അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാരുണമായ പല കഥകളും ഞങ്ങൾ കേട്ടു. വഴികളിൽ കിടന്ന് മരിക്കുന്നവരുടെ ശരീരങ്ങൾ കഴുകനും കുറുക്കനും പട്ടിണിയും ആർത്തിയോടെ ഭക്ഷിച്ചു. അവർ അനുഭവിച്ച നരകയാതന വിവരിക്കാൻ ഒരു പേനയ്ക്കും കഴിയുകയില്ല. ഭക്ഷണം തേടാൻ കുടുംബാംഗങ്ങൾ പല വഴിക്ക് പോയി, പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടാതെയായി. കുട്ടികളെ മർദ്ദിക്കുകയും വീടുകളിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു. ദേഹത്ത് അള്ളിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളോടുകൂടെ ഭാര്യമാരെ പുറത്താക്കി. വയസ്സായവരെയും അംഗവൈകല്യം ബാധിച്ചവരെയും വഴിയിൽ ചാകാൻ ഉപേക്ഷിച്ചു. സ്ഥിതിയാണ്, അവിടുത്തെ അവസ്ഥയാണ്. പോറ്റാൻ കഴിയുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മിഷണറിമാർ പിന്നെയും അവർക്ക് ഫുഡുമായിട്ട് ചെന്നത്. അപ്പോൾ ഈ ഇതിൽ ഒരു 1818-ലും ഇതുപോലെ ക്ഷാമമുണ്ടായി. ആ സമയത്ത് അവർ മിഷണറിമാരുടെ മുമ്പാകെ വന്നിട്ട് ജനങ്ങൾ, അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിരുന്നത്, ഞങ്ങൾക്ക് അപ്പം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീടുകളുടെ മുമ്പിൽ കിടന്ന് മരിക്കുമെന്നാണ് മിഷണറിമാരോട് പറഞ്ഞതാണ്. അവർ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ജനങ്ങൾ നിലവിളിച്ച് ഭക്ഷണത്തിന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ആ സമയത്ത് 1818 ബോംബെയിൽ അവിടെ ക്രിസ്ത്യൻ ഹെറാൾഡ് ഫെമൈൻ റിലീഫ് എന്ന് പറയുന്ന കമ്മിറ്റി അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് വന്നുകൊണ്ടിരുന്ന ഫണ്ട്, ആ ഫണ്ടെല്ലാം കളക്ട് ചെയ്തിട്ട് അവർ ഗവൺമെൻറ്റിൻ്റെ സഹായനിധിയിലേക്ക് കൊടുത്തു. മിഷണറി പ്രവർത്തനത്തിന് വന്നിരുന്നതാണ്, അത് ഈ ക്ഷാമം മാറ്റാൻ വേണ്ടി കൊടുത്തു. അതുപോലെ തന്നെ പ്രസ്ബിറ്റേറിയൻ ചർച്ച്, അമേരിക്കയിലുള്ള പ്രസ്ബിറ്റേറിയൻ ചർച്ച് റെഡ് ക്രോസിൽ നിന്ന് $50,000 വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട്, ഞാൻ സമയം കുറവായിട്ട് ഒഴിവാക്കുകയാണ്. എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുകയുള്ളൂ. 2001 ജനുവരി 26 ഗുജറാത്തിലൊരു ഭൂകമ്പം ഉണ്ടായി. നിങ്ങളിൽ പലർക്കും അത് ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവർക്ക് സഹായം എത്തി. അവിടെ രക്ഷാപ്രവർത്തകരും വന്നു, ദുരിതാശ്വാസ പ്രവർത്തകരും വന്നു. പല വിധത്തിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തകർ വന്നു കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ഫുഡ് സപ്ലൈ, അവർ ഫുഡ് പാക്കറ്റുകളൊക്കെ അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. എന്തുണ്ടായെന്നറിയാമോ? 2001 ഫെബ്രുവരി 1-ാം തീയതിയിലെ മലയാള മനോരമ കോട്ടയം എഡിഷനാണ്. അതിനകത്ത് വന്നിരുന്നൊരു വാർത്ത ഞാൻ വായിക്കാം. ദുരിതാശ്വാസത്തിനും ജാതി ഭേദങ്ങൾ, ഗൗഡ. ഇവിടെ വിശപ്പിനും ഭക്ഷണത്തിനും ജാതിയും മതവുമുണ്ട്. ദുരന്തത്തിന് നടുവിലും ഞങ്ങളുടെ ജാതിയും നിങ്ങളുടെ ജാതിയുമുണ്ട്. അതുകൊണ്ട് ഉയർന്ന ജാതിക്കാരായ ലോണകൾ ആദിവാസികളായ ഘോലികളോട് പറയുന്നത്, ഞങ്ങളുടെ ജാതിക്കാർക്കുള്ളതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, നിങ്ങൾക്കുള്ളത് നിങ്ങളുണ്ടാക്കുകയെന്ന്. ഭക്ഷണ സാധനങ്ങൾ വരുമ്പോൾ BJP നേതാക്കളായ ഗഡാവ്ജി ധാംജി, യാദവ്ജി, മേഘ്ജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ലോണകൾക്കായി വാങ്ങും. ഗാവ്ഡിയിലെ മനുഷ്യരെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് കള്ളം പറയും. എന്ന് വെച്ചാൽ ഈ ആദിവാസികൾക്കുള്ളതും കൂടി ചേർത്ത് ഇവർ വാങ്ങും. ഭക്ഷണ സാധനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തകർ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങും. പക്ഷേ ആദിവാസികൾക്ക് അവർ കൊടുക്കുകയില്ല, അവരുടെ ആൾക്കാർക്ക് മാത്രം കൊടുക്കും. 2001 കാര്യമാണ് ഞാനിത് പറയുന്നത്. അവർക്ക് മാറ്റം വന്നിട്ടില്ല. അവരുടെ കണ്ണിൽ ഈ ജനമെന്ന് പറയുന്നത് എക്കാലത്തും അവരടിമകളായി കഴിയേണ്ടവരാണ്, എക്കാലത്തും അർദ്ധപട്ടണിക്കാരായി കഴിയേണ്ടവരാണ്, തങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ടവരെന്നാണെന്നുള്ള ചിന്തയാണുള്ളത്. ആ ചിന്തയിൽ അവരങ്ങനെ കഴിയുന്നതുകൊണ്ടാണ് തങ്ങളുടെ കൂടെയുള്ള മനുഷ്യരെ പോലും മനുഷ്യരായി കാണാൻ അവർക്ക് കഴിയാത്തത്. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്. അവർക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കൽ അതാ.
ആ പഠിപ്പിക്കൽ, ആ സംസ്കാരം, അതുമായിട്ടാണ് നിങ്ങൾ തട്ടിച്ചു നോക്കണം മറ്റൊരു സംസ്കാരത്തെ. മിഷണറിമാരുടെ സംസ്കാരം, ക്രൈസ്തവ സംസ്കാരം, ബൈബിളിൻ്റെ സംസ്കാരം, അത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഉന്നയിക്കുന്ന ആരോപണം, മിഷണറിമാർ പാൽപ്പൊടിയും ഗോതമ്പൊക്കെ കൊടുത്ത് മതം മാറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, അത് കഴിക്കേണ്ടുന്ന അതുപോലും കിട്ടുന്നത് സ്വർഗമെന്ന് വിചാരിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരത് പരിഹാസത്തോടു കൂടെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനത സഹസ്രാബ്ദങ്ങളായി അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് അടിമകളായി കഴിഞ്ഞവരാണ്. മിഷണറിമാരിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും അവരെന്തായിരിക്കും? ഇവരുടെ അടിമകളായി കഴിയേണ്ടവരാണ്. അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് മിഷണറിമാരാണ്. അവർക്ക് ഫുഡ് കൊടുത്ത് നിവർന്ന് നിൽക്കുമാറാക്കിയത് മിഷണറിമാരാണ്. ഇവരുടെ താന്തോന്നിത്തരങ്ങളെ ചോദ്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത് മിഷണറിമാരാണ്. അവരുടെ അധീശത്വം ചെറുതായ വിധത്തിലെങ്കിലും അവസാനിപ്പിച്ചത് മിഷണറിമാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മിഷണറിമാരോട് ഒടുങ്ങാത്ത പകയുണ്ട്. ആ പകയാണ് ഇത്തരം പരിഹാസത്തിലൂടെ പുറത്തു വരുന്നത്. അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏതായാലും ഇങ്ങനെയുള്ള ഈ ഭക്ഷണ സംസ്കാരം ഇതൊരു ഉന്നതമായ സംസ്കാരം എന്ന് ഒരു വിധത്തിലും പറയാൻ പറ്റുകയില്ല. ഇത് നെറികെട്ടൊരു സംസ്കാരം തന്നെയായിരുന്നു. ഞാനത് പിന്നെയും ആവർത്തിച്ച് പറയുന്നത്, എൻ്റെ പിതാമഹനൊക്കെ, എൻ്റെ പൂർവ്വ പിതാമഹനൊക്കെ ഈ സമുദായത്തിലുണ്ടായിരുന്നവർ. അതുകൊണ്ടാണ് എൻ്റെ അമ്മയൊക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ട് പഴയത്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് രാത്രി നെല്ല് കൊണ്ടുവന്നിട്ട് രാത്രിയാവും വീട്ടിലെത്തുമ്പോൾ, എന്നിട്ട് അത് വറുത്ത്, പിന്നെ അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം കുത്തി ഉരലിട്ട് ഇടിച്ച് അത് നെല്ലാക്കി മാറ്റി രാത്രി തന്നെ കഞ്ഞി വെച്ച് കുടിച്ച് കിടന്നുറങ്ങുമ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആകും. എന്നിട്ട് 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് പിന്നെയും കൊയ്യാൻ പോകണം. ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അങ്ങ് രക്തം തിളച്ചു വരുന്നത്. ഇതിനെ നെറികെട്ട സംസ്കാരം എന്ന് ഞാൻ വിളിക്കുന്നതിൻ്റെ കാരണം അതാ. ഏതായാലും ദൈവം നമ്മെ സഹായിക്കട്ടെ.